ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ. നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ നോമ്പുകാലത്തിൻ്റെ ഈശോയോടൊപ്പം 40 ദിനങ്ങളെന്ന ഈ ഒരു നോമ്പുകാല വിചിന്തനത്തിലൂടെ കടന്നു പോവുകയാണല്ലോ സഹോദരങ്ങളെ. ഇന്ന് 23-ാം ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളിലൂടെ നമുക്ക് ഈ സമയം കടന്നു പോകാം. ഏവരെയും പ്രത്യേകമായി ഇന്നേ ദിവസത്തെ ഈ നോമ്പുകാല വിചിന്തനത്തിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 13, 22 മുതലുള്ള വാക്യങ്ങൾ. ഇടുങ്ങിയ വാതിൽ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു വന്ന്, കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രാഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസം നാം ഈശോയോട് ഒപ്പം ഈ നോമ്പുകാല ധ്യാനത്തിൽ പ്രത്യേകമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുകയാണ്. നമ്മുടെ മുന്നിൽ ദൈവം ഇതാ ഇടുങ്ങിയ വാതിലും വിശാലമായ വാതിലും തുറന്നു വച്ചിരിക്കുന്നു. നമുക്ക് തീരുമാനിക്കാം, നന്മയെ തിരഞ്ഞെടുത്ത് ജീവനെ തിരഞ്ഞെടുത്ത് നിത്യത വേണമോ, തിന്മയെ തിരഞ്ഞെടുത്ത് മരണത്തെ തിരഞ്ഞെടുത്ത് നിത്യനാശത്തിലേക്ക് കടന്നു പോകണമോ എന്ന്. ഈ ഒരു കാലഘട്ടം ലോകത്തിൻ്റെയും ലോകാസക്തികളുടെയും ജഡമോഹങ്ങളുടെയും പിന്നാലെ മനുഷ്യർ പരക്കം പായുമ്പോൾ ആത്യന്തികമായി ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന തിരുവചനം നമുക്ക് ഓർക്കാം. ശൗലിൽ നിന്ന് പൗലോസിലേക്കുള്ള വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ആ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജഡമോഹങ്ങളെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ചിരിക്കുന്നു. ഇതാ വിശാലമായ വാതിൽ, അതെന്നും ലോകത്തിന്റെ മായാക്കാഴ്ചകളും കണ്ണിനിമ്പകരവും നാവിന് രുചികരവും എന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നുവെന്ന് ആ ഏദൻ തോട്ടത്തിലെ നമ്മുടെ പൂർവ്വ മാതാവ് മുതൽ നാളിതുവരെ മാനവ കുലത്തിലൂടെ കൊയ്ത്തുകാലങ്ങളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നുവെന്ന് വാഗ്ദാന പേടകവുമായിട്ട് ജോർദാൻ കടന്ന് കാനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ രംഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കൊയ്ത്തുകാലം അത് എന്നും വിധിയുടെ സമയമാണ്. വിധിയുടെ സമയം, തിന്മ അത് കരകവിഞ്ഞൊഴുകുന്ന തിന്മയുടെ പ്രളയകാലമായിരിക്കുമെന്നത് നമുക്ക് ഇന്നലകളിലെ അനുഭവമാണ്. സുനാമിയും ജലപ്രളയവും മറ്റ് അനേകം ദുരന്തങ്ങളിലൂടെ എല്ലാം മാനവകുലം കടന്നു പോരുമ്പോൾ ഇതെല്ലാം ചെറിയ കൊയ്ത്തുകാലങ്ങൾ തന്നെയായിരുന്നുവെന്നും, എന്നാൽ അന്തിമമായി ദൈവജനം മരുഭൂമിയിലൂടെ നടന്ന് നിത്യജീവന കാനാൻ ദേശമാവുന്ന തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാവുന്ന വാഗ്ദത്ത നാടിലേക്ക് പ്രവേശിക്കുവാനായി എത്തിച്ചേരുമ്പോൾ അവർക്ക് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സമായി നിൽക്കുന്ന ജോർദാൻ, അത് തിന്മയുടെ ഒരു കുത്തൊഴുക്കാണ്. പ്രിയപ്പെട്ടവരെ, ആ തിന്മയുടെ കുത്തൊഴുക്കിനെ കുറിച്ച് യോശുവ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പരാമർശിക്കുന്നു: കൊയ്ത്തുകാലങ്ങളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നു. നാം ഇതാ ക്രിസ്തുവിന്റെ 2ാം വരവിനായി ഒരുങ്ങുന്ന യുഗാന്ത്യ സഭയിൽ ജീവിക്കുമ്പോൾ ഫാത്തിമയില് 1917 ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ പറയുന്ന തിന്മയുടെ പ്രളയകാലമാണ് വരാൻ പോകുന്നതെന്ന ആ മുന്നറിയിപ്പിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം തിരുസഭയില്
ലോകത്തില് മാനവകുലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തിന്മയുടെ ആ പ്രളയകാലത്തിലൂടെയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളും ഈ നാം ജീവിക്കുന്ന കാലഘട്ടമെല്ലാം കടന്നു പോകുന്നതെന്ന് നമുക്ക് സാധിക്കും. നാം ഈ ലോകത്തില് പരദേശവാസമായിട്ടാണ് ഈ ലോകത്തിലായിരിക്കുന്നതെന്ന്. മരുഭൂമിയിലൂടെയുള്ള യാത്ര ഒരിക്കലും അവിടെ തങ്ങിക്കിടക്കാനുള്ളതല്ല എന്ന ബോധ്യം ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നു. ഇതാ അവർ മരുഭൂമി കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ജോർദാന്റെ സമീപത്ത് എത്തുമ്പോൾ, ജോർദാന്റെ തീരത്തെത്തുമ്പോൾ ജോഷുവയിലൂടെ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, നിങ്ങളിൽ നിന്ന് ജബൂസ്യർ, ഹിത്യർ, കനാന്യർ, അങ്ങനെ അവർ കടന്നു പോകുന്ന മുഴുവൻ ജനതകളെയും ഉപേക്ഷിക്കുവാൻ. കാരണം എന്താണ്? ഇസ്രായേലിൽ നിന്ന്, അടിമത്തത്തിന്റെ നാടായ ഇസ്രായേലിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ നിത്യത്വത്തിന്റെ മുൻ പ്രതീകമായ ഈ കാനാൻ ദേശത്തേക്കുള്ള പ്രവേശനത്തിന് ഓരോ ദൈവമക്കളും ഉപേക്ഷിക്കേണ്ട അസൂയയുടെ, അഹങ്കാരത്തിന്റെ, കോപത്തിന്റെ, അലസതയുടെ, ദ്രവ്യാസക്തിയുടെ, ജഡികാസക്തിയുടെ, ഭക്ഷണാസക്തിയുടെ മൂലഭാവങ്ങളെല്ലാം ദ്യോതിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ജനതകളാണ് ഈ ജബൂസ്യർ, ഹിത്യർ, കനാന്യർ തുടങ്ങിയവർ. അതുകൊണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവ കാനാൻ ദേശത്തേക്ക് കടന്നു ചെല്ലുവാനായിട്ട്, കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവജനത്തെ ഒരുക്കുന്ന കാഴ്ച നാം ജോഷുവയുടെ പുസ്തകത്തിൽ കാണുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇതാ തന്റെ ദൗത്യവുമായി കടന്നു വരുമ്പോൾ മാനവകുലത്തിന്റെ ചരിത്രത്തില് ജോർദാന്റെ ഒഴുക്ക് തിന്മയുടെ കുത്തൊഴുക്കാണെങ്കിൽ ഈ ജോർദാന്റെ ഒഴുക്കിന് മധ്യേ അന്ന് വാഗ്ദാന പേടകം എന്നതുപോലെ നവയുഗ വാഗ്ദാന പേടകമായ പരിശുദ്ധ കന്യകാമറിയം ഇതാ മാനവകുലത്തിൽ കടന്നു വരുമ്പോൾ ആ സ്ത്രീയിൽ നിന്ന് ജാതനാകേണ്ട, സർപ്പത്തിന്റെ തല തകർക്കേണ്ട സന്തതിയെ പുറപ്പെടുവിക്കുന്ന ആ പരിശുദ്ധ കന്യകാമറിയം എന്ന് നസ്രത്തില് അല്ലെങ്കിൽ പലസ്തീനായില് ആ പരിശുദ്ധ കന്യക, ആ അമ്മയുടെ ആത്മാവ്, ആ അമ്മയുടെ ശരീരം എന്ന് ദൈവപുത്രന് വേണ്ടി ഒരുക്കപ്പെടുന്നു. കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ഇതാ തിരുക്കുമാരൻ ജാതനാവുകയും ആ ഈശോ തന്റെ ശൈശവവും ബാല്യവും കൗമാരവും പിന്നിട്ട് യൗവനത്തില് ഇതാ പരിശുദ്ധ അമ്മ തന്നെ കാനായിൽ വെച്ച് ആ ഈശോയെ പരിസ്ഥിതി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ ഈശോ ഇതാ തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വേണ്ടി തന്നെയാണ്. വിശാലമായ വാതിൽ നമ്മെ തിന്മയിലേക്ക്, മരണത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് എത്തിക്കുമെന്നെങ്കിൽ ഇടുങ്ങിയ വാതിൽ നമ്മെ ഇതാ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയായിട്ട് ഈശോ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ത്യവിധിയെക്കുറിച്ചുള്ള ആ പരാമർശത്തിൽ ഈശോ ഇപ്രകാരം ഇതേ വാചകങ്ങൾ തന്നെ അവിടെ ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നു. അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അകന്നു പോകുമെന്ന് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന ഈശോയെ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് വിശന്നു, ഞാൻ ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തേക്കുള്ള ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വലതുവശത്തേക്ക് മാറ്റി നിർത്തുന്ന, ഇതൊന്നും ചെയ്യാത്തതിനാൽ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുവശത്തേക്ക് മാറ്റി നിർത്തുന്ന ആ കർത്താവിനെ അന്ത്യവിധിയിൽ നാം ദർശിക്കുന്നു. ആത്യന്തികമായി ഇടുങ്ങിയ വഴി അത് ദൈവരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തില്, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തില് ജീവിത വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യുമെന്ന ക്രിസ്തുവിന്റെ തിരുവചനം കൂടി നാം ഓർത്തിരിക്കേണ്ടതാണ്. കാരണം തിന്നാം, കുടിക്കാം, ഒടുക്കാം, ഈ ലോകത്തിലായിരിക്കാം, ഈ ജഡത്തിലായിരിക്കാം, തീർച്ചയായും ഇതെല്ലാം ദൈവം നല്ലതെന്ന് കണ്ടുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതേക്കുറിച്ച് വ്യഗ്രതപ്പെടുമ്പോൾ, തിന്നുന്നതിനെക്കുറിച്ച്, കുടിക്കുന്നതിനെക്കുറിച്ച്, ഉണ്ണുന്നതിനെക്കുറിച്ച്, എന്തിനെക്കുറിച്ചും സൃഷ്ടാവല്ലാതെ മറ്റെന്തിനെക്കുറിച്ചും വ്യഗ്രതപ്പെടുന്നവൻ അവൻ ഇതാ സുഖലോലുപതയിലേക്ക്, മദ്യാസക്തിയിലേക്ക്, മദ്യം അതൊരു പ്രതീകം മാത്രമാണ്, യഥാർത്ഥത്തിൽ ലഹരിയാണ്. ആത്മാവാകുന്ന ദൈവവും മണവാളനാകുന്ന ദൈവവും ആത്മാവാകുന്ന മണവാട്ടിയും, മണവാളന്റെയും മണവാട്ടിയുടെയും ബന്ധത്തിന് ഇടയ്ക്ക് കടന്നു വരുന്ന ഏതൊരു കരടും, ഏതൊരു സൃഷ്ടിയും, സൃഷ്ടാവും ഈ ആത്മാവാകുന്ന സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് മറ്റെന്ത് കടന്നു വന്നു കഴിഞ്ഞാലും അത് നമ്മെ ഇതാ നമുക്ക് മാനുഷികമായി അത് വിശാലമായ വഴിയായിരിക്കാം, മാനുഷികമായി നാം അതിൽ സുഖം കണ്ടെത്തിയേക്കാം. പക്ഷേ ആത്യന്തികമായി അത് നമ്മെ നിത്യനാശത്തിലേക്ക്, തിന്മയിലേക്ക്, മരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്ന് നമ്മൾ മറന്നു പോകരുത്. സൗൽ വിശുദ്ധ പൗലോസായി രൂപാന്തരപ്പെടുമ്പോൾ ഇതാ സൗൽ പറയുന്നു, ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്ന്.
ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, എൻ്റെ ജഡമോഹങ്ങളെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ചിരിക്കുന്നുവെന്ന്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ആ കണ്ണിന് ഇമ്പകരവും നാവിന് രുചികരവും എന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നുവെന്ന ആ ഉൽപ്പത്തിയിലെ വചനം ധ്യാനിക്കുക. അവൾ അത് കഴിക്കാൻ ആദത്തിന് കൊടുത്തു എന്നതിനെ കുറിച്ച് ധ്യാനിക്കുക. ഇന്ന് ആദത്തിന്റെ പിതൃത്വത്തിന് കീഴിൽ ആദത്തിന്റെ പുത്രത്വം പേറുന്ന, ഹവ്വായുടെ മാതൃത്വത്തിന് കീഴിൽ ഹവ്വായുടെ പുത്രത്വം പേറുന്ന നാമും ആ തിന്മയിലേക്കുള്ള ചായ്വ്, ജഡമോഹങ്ങളുടെ ചായ്വ്, ലോകാസക്തികളിലേക്കുള്ള ചായ്വിന്റെ സന്തതികൾ തന്നെയാണെന്ന കാര്യം മറക്കാതിരിക്കുക. ഒരു പ്രഭാതത്തില് ഇതാ പിതാവിന്റെ ഭവനത്തിലായിരിക്കുന്ന നാം സായാഹ്നമാവുമ്പോഴേക്കും നാം ഇതാ പന്നിക്കൂട്ടിലെത്തിക്കഴിഞ്ഞു. എന്താണ് പന്നിക്കൂട്? ഏതാണ് ആ പരദേശി? എന്താണ് പന്നിക്ക് കിട്ടേണ്ടത്? പന്നിക്ക് കിട്ടുന്ന തവിടിന് വേണ്ടിയുള്ള ആശ. പ്രിയപ്പെട്ടവരെ, പരദേശി പിശാചാണ്. പന്നിക്കൂട് ഈ ലോകം തന്നെയാണ്. പന്നികളോ ലൗകികരാണ്, ജഡികരായവരാണ് പന്നികൾ. ആ പന്നിക്ക് കൊടുക്കേണ്ട തവിടോ അത് ഈ ആകാശവും ഭൂമിയും ഇതെല്ലാം കടന്നു പോകേണ്ട ഈ ഭൗതിക വസ്തുക്കൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന, ഭൗതികതയിൽ മാത്രം അഭിരമിക്കുന്ന, ഭൗതികാസക്തിയിൽ അഭിരമിക്കുന്ന ഇന്നത്തെ ഈ നാടിന്റെ ജനതയുടെ ഒഴുക്കിൽ നിന്ന് ആ ഒഴുക്കിനെതിരെ നീന്താൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഈ നോമ്പിന്റെ 23-ാം ദിവസത്തില് നാം ഓർക്കുക, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ, ഗുരുനാഥൻ കുരിശുമായി കടന്നു പോകുന്ന ആ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകാൻ തന്നെയാണ്. ലോകൈക നാഥാ നിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോരെന്നുമെന്നും കുരിശും വഹിച്ചു നിൻ കാൽപ്പാട് പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക, നിൻ ദിവ്യ രക്തത്താൽ എൻ പാപ മാലിന്യം കഴുകണമേ എന്ന് നമ്മൾ കുരിശിന്റെ വഴിയിൽ ഈ ദിവസങ്ങളിൽ പാടുമ്പോൾ ഈശോ നമുക്ക് മുന്നിൽ ആ നടന്നുപോയ വഴി, ആ കുരിശിന്റെ വഴി, അത് തന്നെയാണ് രക്ഷയിലേക്കുള്ള വഴിയെന്ന് നമുക്ക് ഓർക്കാം. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ദൈവം ദാനമായി നമുക്ക് തരുന്നു. ആ ദിവസത്തിന്റെ പ്രഭാതത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന്, വിശുദ്ധ ബലിയോട് ചേർന്ന്, തിരുവചനത്തോട് ചേർന്ന്, ദൈവിക കൽപ്പനകളോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അന്ത്യക്രിസ്ത്യാനിക്കടുത്ത, അന്തിമകാല അപ്പോസ്തലർക്കും അന്തിമകാല മഹാവിശുദ്ധർക്കും അന്തിമകാല രക്തസാക്ഷികൾക്കും അടുത്ത ഒരു വിശുദ്ധ ജീവിതം മറ്റനേകരുടെ മുൻപിൽ മറ്റനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനുള്ള ജീവിതത്തിനായി നാം വിളിക്കപ്പെട്ടവരാണെന്ന്, അതിനായി കുരിശിന്റെ വഴിയെ, ഇടുങ്ങിയ വഴിയെ പോകുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന് നാം എന്ന് നമുക്ക് ഓർക്കാം. മംഗളവാർത്ത മുതൽ കാൽവരി വരെ പരിശുദ്ധ അമ്മ നടന്ന വഴിയാണ് അത്. അനേകം പ്രവാചകന്മാരും പൂർവ്വപിതാക്കന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും എല്ലാം കടന്നു വന്ന ഈ മാനവകുലത്തിന്റെ ചരിത്രത്തിൽ, ദൈവജനത്തിന്റെ ചരിത്രത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് ആ ഇടുങ്ങിയ വഴി കാണാം. നമുക്ക് പൂർവ്വപിതാവായ യൗസേപ്പിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് ആ ഇടുങ്ങിയ വഴി കാണാം. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിന്റെ ദാസി എന്ന പരിശുദ്ധ അമ്മയുടെ ആ മലാഖയോടുള്ള പ്രതിവചനം നമുക്ക് ഓർക്കാം. ഇതാ അനുസരണം, കർത്താവിന്റെ സമർപ്പണം, ദാസി ഇതാ ആ പരിപൂർണമായിട്ട് തന്നെ അടിയാട്ടി എന്നാണ് മലയാളത്തിൽ ഈ ദാസി എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ വാക്ക് പറയുന്നത്. അടിയാട്ടി എന്നാണ്. പരിപൂർണമായും ഒരു സമർപ്പണത്തിന്റെ, അനുസരണത്തിന്റെ ഒരു വാചകമാണത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യങ്ങളെ കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിക്കുന്നു. ഇതാ പരിശുദ്ധ മറിയം, ഇതാ കർത്താവിന്റെ ദാസി എന്ന ആ വചനം ഉരുവിടുന്നു. കർത്താവിന്റെ മാലാഖ പ്രാർത്ഥനയുടെ ആ അവസാന പ്രാർത്ഥനാ ഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥിക്കാം: സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും മുഖേന ഉയിർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ എന്ന 4 കാര്യങ്ങളാണ്. ഒന്ന് മാലാഖയുടെ സന്ദേശം, 2 ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട്. എന്താണ്? പരിശുദ്ധ അമ്മയുടെ പ്രതിവചനം, പരിശുദ്ധ അമ്മയുടെ പ്രത്യുത്തരം, ഫിയാത്ത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന ആ ഫിയാത്ത്. വീണ്ടും ഇതാ തീർച്ചയായും അതിന് അമ്മ തയ്യാറാകുമ്പോൾ ഇതാ അമ്മയും ഈശോയോടൊപ്പം പീഡാസഹനത്തിലൂടെ കടന്നു പോകേണ്ട, കുരിശുമരണത്തിന്റെ ആ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ. പക്ഷേ അതെല്ലാം ഉദ്ധാനത്തിന്റെ മഹിമയ്ക്ക്, മഹത്വത്തിന്റെ ഉദ്ധാനത്തിന് വഴിമാറുന്ന കാഴ്ച നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. എല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ദൈവം അനുവദിച്ചതാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ ദൈവം അറിഞ്ഞ്, ദൈവം അനുവദിച്ച എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും, അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ളതായിക്കൊള്ളട്ടെ, മക്കളുമായി ബന്ധപ്പെട്ടുള്ളതായിക്കൊള്ളട്ടെ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ, സ്വന്തത്തിലോ ബന്ധത്തിലോ മിത്രങ്ങളോ ആരുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കൊള്ളട്ടെ, സന്തോഷകരമായിക്കോട്ടെ ദുഃഖകരമായിക്കോട്ടെ, മാലാഖയുടെ സന്ദേശം പോലെ അതിനെ സ്വീകരിക്കാൻ നാം തയ്യാറാകുമ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിലാവട്ടെ എന്ന അമ്മയുടെ ആ ദാസ്യ മനോഭാവത്തോടെ അതിന് നാം പ്രത്യുത്തരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വചനം മാംസം ധരിക്കും. അവിടെ ഇതാ ഈ ഇടുങ്ങിയ വഴി, ഞെരുക്കത്തിന്റെ വഴി, സഹനത്തിന്റെ, പ്രശ്നത്തിന്റെ, പ്രതിസന്ധിയുടെ വഴിയിലൂടെ നാം കടന്നു പോകുമ്പോഴും നമുക്ക് മുന്നേ കുരിശുമായി നമ്മുടെ ഗുരുനാഥനുണ്ട്. ആയതിനാൽ ആ വഴി നമ്മെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുമെന്ന് മാത്രമല്ല, നമ്മളെ മാത്രമല്ല
നാമുമായി ബന്ധപ്പെട്ട നമുക്കുള്ള എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വഴി ചൂണ്ടിയായി, അവരുടെ ഒരു മുൻപേ പറക്കുന്ന പക്ഷിയായി മാറാൻ നമുക്ക് സാധിക്കും. അങ്ങ് ശുദ്ധീകരണ സ്ഥലത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന നമ്മുടെ പൂർവികർ മുതൽ ഇനിയും നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു വീഴാനായി അമ്മമാരുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ അവരുടെ എല്ലാം ആ ജീവിതത്തിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്കും നമുക്ക് സാധിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി പരിശുദ്ധമ്മയോട് ചേർന്ന് ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി, ഈശോയുടെ ഇഷ്ടത്തിന് വേണ്ടി, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന പരിശുദ്ധമ്മയുടെയും ഈശോ മിശിഹായുടെയും മാതൃക പിന്തുടർന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ, കുരിശിന്റെ വഴിയിലൂടെ കടന്നു ചെല്ലുവാൻ, അവിടെ തീർച്ചയായും നാം അതിന് തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയുകയില്ല, എന്നിൽ നിന്നും അകന്നു പോകുമെന്നുള്ള ആ വാക്ക് നമുക്ക് കേൾക്കേണ്ടി വരികയില്ല. അനേക ലക്ഷങ്ങളുടെ ജീവിതത്തെ നിത്യജീവന്റെ പാതയിലേക്ക് കൊണ്ടുചെല്ലുവാൻ ദൈവം നമ്മയും ഉപകരണമാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 23-ാം ദിവസത്തെ നോമ്പുകാല വിചിന്തനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനിലേക്കുള്ള ആ വാതില് അത് ഇടുങ്ങിയതാണെന്ന്, വിനാശത്തിലേക്കുള്ള വാതില് വിശാലമാണെന്നുള്ള ആ തിരുവചനത്തെ ഒരിക്കൽ കൂടെ ധ്യാനിക്കാം. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ നൈമിഷിക സുഖങ്ങളെ പ്രതി, ജഡീക താല്പര്യങ്ങളെ പ്രതി, ലോകത്തിനോടുള്ള ആ ആസക്തിയെയും ലോകാസക്തികളോടുള്ള എൻ്റെ ചായ്വ്, അതിൽ നിന്നെല്ലാം ബലം പ്രയോഗിച്ച് തന്നെ അസക്തികളാൽ കലുഷിതനായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാൻ പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്ന ആ ബലം പ്രയോഗിച്ച് തന്നെ, ഒരു വസ്ത്രമുരിയുന്ന വാക്കല്ല അവിടെ ഗ്രീക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്, നഖം ഉരിയുന്ന, തൊലിയുരിയുന്ന വാക്കാണ് ഉരിഞ്ഞു മാറ്റുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, എൻ്റെ ജഡമോഹങ്ങളെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ചിരിക്കുന്നുവെന്ന്, ഇനിമേൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകവുമായിട്ട്, ജഡമോഹങ്ങളുമായിട്ട്, പിശാചുമായിട്ട് കൈകോർത്തുള്ള നമ്മുടെ ഇന്നലകളുടെ ആ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ചുകൊണ്ട്, ഇനിമേൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, പാപത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, പിശാചിന് മേൽ ജയം നേടിയ, ആധിപത്യം നേടിയ ക്രിസ്തുവിന്റെ ആ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ജീവൻ, ആത്മാവ്, ശരീരം, രക്തത്തോട് നമുക്ക് താതാത്മ്യപ്പെടാം. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ആ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാം. അതിനായി ഈ നോമ്പുകാലത്തിന്റെ പ്രാർത്ഥനയും പ്രാചിത്വവും പരിഹാര പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകളും അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മുറിപ്പാടുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ.